ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിലെ നമ്മൾ ഷീപ്പ് സാങ്ച്വറി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയല്ലായിരുന്നോ? അപ്പം ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കിയ ഫാം മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയിലേക്കാണ് വരുന്നത്. അങ്ങനെ പേര് വരാൻ കാരണം തന്നെ അവിടെ മറിച്ചും ചെറിയ ചെറിയ സ്റ്റോൾസും മാർക്കറ്റും ഒക്കെയാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ടോയ്സ്, പിന്നെ ജാക്കറ്റ്സ്, ടീഷർട്ട്സ്, അങ്ങനെ കുറേ കണ്ടകടി സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഒരാൾ ദുവിക്ക് ഒരു ബലൂൺ കൊടുത്തായിരുന്നേ. അവൻ ആദ്യം വാങ്ങിക്കാനൊന്ന് മടിച്ച്, പിന്നെ അവൻ നിർബന്ധിച്ചപ്പോൾ വാങ്ങിച്ചു. ഞങ്ങൾ നിർബന്ധിക്കണം എന്തെങ്കിലും വാങ്ങണമെങ്കിൽ. കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന വല്ല ടോയ് ആണെങ്കിൽ അവൻ ചാടി വീണേന്. ഇവിടെ കേക്കിൻ്റെ ഷോപ്പൊക്കെയാണ്. നല്ല ഭംഗിയില്ലേ? ആ ചെറി ഇങ്ങനെ പഞ്ചസാര പാവിനകത്ത് മുക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ കൂടുതലും ലോക്കലായിട്ടുള്ള മലേഷ്യൻസ് തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. മേ ബി ടൂറിസ്റ്റും ഉണ്ടാവും, പക്ഷെ കൂടുതലും കാണുന്നതെല്ലാം മലേഷ്യൻസിനെ തന്നെയാണ്. ഇതൊക്കെ ചുമ്മാ സ്റ്റോൾസ്, പാക്ഡ് ഫുഡും ഒക്കെ കിട്ടുന്നതാണ്. ഈ റോഡ് തന്നെ ഭയങ്കര ട്രാഫിക്, ഭയങ്കര ബ്ലോക്കും കൺജസ്റ്റഡും ആയിട്ടുള്ള റോഡാണ്. ഒന്നാമത്തെ കാര്യം ഒരു ലൈനേ ഉള്ളൂ കേട്ടോ, 2 ലൈനില്ല. നമുക്ക് ആ റോഡിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി സിഗ്നൽസോ അങ്ങനെയൊന്നുമില്ല. നോർമലി മലേഷ്യയിൽ ക്രോസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് ഉണ്ടാവും, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ വരും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആൾക്കാർ വണ്ടി കുറവുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അതിലൊന്ന് ഈ സ്ട്രോബെറിയാണ് കേട്ടോ. ഒരു ട്രേക്ക് 40 റിംഗിറ്റാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല പഴുത്ത സ്ട്രോബെറി. പക്ഷേ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇന്ന് തന്നെ കഴിച്ചു തീർക്കണം, ഇല്ലെങ്കിൽ ഇത് അളിഞ്ഞു പോകും. അതേപോലെ പഴുത്ത് നിൽക്കുവാണ്. ഇങ്ങനത്തെ ഒരു ട്രേക്ക് 35 റിംഗറ്റും പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്ത ട്രേക്ക് 40 റിംഗറ്റുമാണ്. അവർ തൂക്കുന്നൊന്നുമില്ല, മേ ബി ഒരു തൂക്കിയൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പാക്കറ്റ് സ്ട്രോബെറി വാങ്ങി. എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവധി കഴിഞ്ഞ് പിന്നെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് മാർക്കറ്റിൽ പോകാനൊന്നും സമയം കിട്ടുന്നില്ല. പിറ്റേ ദിവസം മുതൽ ഓഫീസിൽ പോയി തുടങ്ങണമല്ലോ. പക്ഷേ പച്ചക്കറിയുടെ വിലയൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര പൈസ. അതിലും ഭേദം നമ്മുടെ വെറ്റ് മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്ന. അച്ഛനും മോനും കൂടെ അപ്പുറത്തോട്ട് റോഡ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവം എന്ന് നമുക്ക് പുറകിന് പോയി നോക്കാം. ഈ റോഡിൻ്റെ 2 സൈഡിലും ഫുള്ള് കടകളാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ, ഇപ്പം ഞാൻ പോകുന്ന സൈഡിൽ ഇങ്ങനെ ബിൽഡിങ് പോലെ ഉണ്ടാക്കി, അതിനുള്ളിൽ കുറച്ച് മഴയൊന്നും കൊള്ളാത്ത രീതിയിലാണ് കട. പക്ഷേ ഇപ്പം നമ്മൾ വന്ന വഴിക്കെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റോളുകളാണ് കേട്ടോ. ഞാൻ വിചാരിച്ചായിരുന്നു എന്തിനാണ് ഇവർ രണ്ടുപേരും ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നതെന്ന്. പക്ഷേ ഈ വണ്ടിയുടെ ഡ്രൈവർ ആ ചുമന്ന ടീഷർട്ട് ഇട്ട കൊച്ചു കള്ളനായിരുന്നു. അവനെന്തോ ടോയ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവനാണെങ്കിൽ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. ഇപ്പോൾ അവൻ്റെ ആവശ്യം ഒരു ലാമയാണ്. അവനൊരു ലാമയെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുവാണ്. ഒരു 20 റിംഗറ്റൊക്കെ വരുന്ന ലാമയെ വാങ്ങിക്കാം എന്ന് കരുതി നോക്കിയതാ. അവിടെ 35 റിംഗറ്റിൻ്റെ ഒരു ലാമയെ കണ്ടു. അത് അവർ 30 റിംഗറ്റിന് തന്നു. അങ്ങനെ അവന് പിങ്ക് കളർ മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങി. ഇത് വഴുതനങ്ങയാണ്. കാണുമ്പോൾ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ തോന്നുമെങ്കിലും സംഭവം ഈ ഇരിക്കുന്ന വഴുതനങ്ങയാണ്. പിന്നെ ഈ പച്ച കളറിലെ മുന്തിരിങ്ങയാണ്. അത് നല്ല മധുരമാണ്, സീഡ്ലെസ് ആണ്, കുരുവില്ല അതിനകത്ത്. പിന്നെ എൻ്റെ അടുത്ത് ഡ്രൈഡ് സ്ട്രോബെറി ഇരിപ്പുണ്ട്. ഞാൻ ഈ പച്ച കളറിലെ മുന്തിരിങ്ങയിൽ 15 റിംഗറ്റിന് വാങ്ങിച്ചായിരുന്നേ. 1.5 കിലോയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് വാങ്ങി. കാരണം വിഷ്ണുവിന് ആ ടൈപ്പ് മുന്തിരിങ്ങ ഭയങ്കര ഇഷ്ടമാണ്. മുന്തിരിങ്ങയൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അച്ഛനും മോനും കൂടെ കഴിച്ചോളും. വീട്ടിൽ ഫ്രൂട്ട്സ് നിറച്ചും വാങ്ങിക്കാറുണ്ട്. ധ്രുവിന് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും ഫ്രൂട്ട്സ് കൊടുത്തു വിട്ടാൽ കഴിച്ചോളും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവും പിന്നെ ഒരു ഫ്രൂട്ട് കൂടെ ഞാൻ കൊടുത്തു വിടാറ്. ഈ മാർക്കറ്റ് കാണാൻ നല്ല ഭംഗിയില്ലേ? ചുമപ്പ്, പച്ച, മഞ്ഞ, ഓറഞ്ച്, അങ്ങനെ പല കളേഴ്സാണ്. പല കടകളിലും തക്കാളിയുടെ പല വേരിയൻസ് ഇരിക്കുന്നതാണ്. വലിയ തക്കാളി, ചെറിയ തക്കാളി, ചെറിയ ടൊമാറ്റോ, അതും മഞ്ഞയും ഓറഞ്ചും പല പല കളേഴ്സ്. അതങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു സാധനം കൂടെ വാങ്ങിച്ചായിരുന്നേ. 5 റിംഗറ്റിന് 2 കിലോ തക്കാളി ഞാൻ വാങ്ങിച്ചായിരുന്നു. വൈകുന്നേരത്തെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഡിന്നറിൻ്റെ കൂടെ ചപ്പാത്തി ആയിരിക്കും വൈകിട്ട് മിക്ക ദിവസവും. അപ്പോൾ അതിൻ്റെ കൂടെ കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ തക്കാളി അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്, തക്കാളിയും സവോളയും. സോ അതുകൊണ്ട് ഞാൻ തക്കാളി വാങ്ങിച്ചു വെച്ചു. വിലക്കുറവാണ് അവിടെ ചെന്നിട്ട് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും.
അങ്ങനെ മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ദുബിയുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കീ ചെയിൻ്റെ സെറ്റ് വാങ്ങിച്ചായിരുന്നേ. 10 റിങ്കറ്റിന് 10 കീ ചെയിൻ, എല്ലാം സ്ട്രോബെറിയുടെ ഷേപ്പിലുള്ള കീ ചെയിനായിരുന്നു. ഇവിടെ ഇരിക്കുന്നതിനകത്ത് നിന്ന് വാങ്ങിച്ചത് ഒരു ഇതാണ് വാങ്ങിച്ചത്, ഒരു മൊത്തത്തിലുള്ളൊരു കവറ്, എല്ലാം സ്ട്രോബെറി തന്നെ. അങ്ങനെ മാർക്കറ്റ് മൊത്തം ഇങ്ങനെ കണ്ടു. വെജിറ്റബിൾസിനൊക്കെ വില കൂടുതലാണ്. വെജിറ്റബിൾസ് ഒന്നും ഞാൻ ഇവിടുന്ന് വാങ്ങാൻ വരുന്നവരോട് ആരോടും പറയില്ല. പിന്നെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും കാറിനകത്തിൽ വെച്ചു. കാറ് കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാം കാറിനകത്തിൽ വെച്ച് ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് കാറ്റസ് ഫാം എന്ന് പറഞ്ഞിട്ട്, കാറ്റസ് ഗാർഡനോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് അവിടുന്ന് നേരെ തിരിച്ച് ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ആ വീഡിയോ അടുത്തതായിട്ടിടാം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.